നമസ്കാരം. ബലാത്സംഗ ആരോപണം തെറ്റാണെങ്കിൽ കുറ്റവിമുക്തനാക്കിയാലും ജീവിതത്തെയാകെ ബാധിക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇനിയുള്ള കേസുകളിൽ നിർണായകമാകും. അത്തരമൊരു കേസിൽ അറസ്റ്റിലായാൽ അതിന്റെ കറ ജീവിതത്തിൽ ഒരിക്കലും കഴുകിക്കളയാനാകില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവിൽ പറയുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസിൽ കോടതികൾ ജാഗ്രത കാണിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞു. സാഹചര്യം പരിശോധിക്കാതെ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് ആരോപണത്തിന് ഇരയാകുന്നവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുമെന്ന് കോടതി പറഞ്ഞു. ഹർജിക്കാരനുമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു പരാതിക്കാരി. വിവാഹിതയായ ഇവർ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. നവംബറിൽ ഹർജിക്കാരനോടൊപ്പം വയനാട്ടിലേക്ക് പോകും വഴി ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവതിയുടെ പരാതി. ഉഭയസമ്മത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പരാതിക്കാരുടെ മൊഴിയിൽ വ്യക്തമായിരുന്നുവെന്ന് കോടതി വിലയിരുത്തി. ഇത്തരമൊരു കേസിൽ പിടിയിലായാൽ ഒരിക്കലും കഴുകിക്കളയാനാകാത്ത വിധം അതിൻ്റെ കറ ജീവിതത്തിലുടനീളം ഉണ്ടാകും. പരസ്പര സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ മാറിയ സാഹചര്യങ്ങൾ കോടതികൾ കണക്കിലെടുക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. ഇത്തരം കേസുകളിൽ സാഹചര്യങ്ങൾ പരിശോധിക്കാതെ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് ആരോപണത്തിനിരയാകുന്നവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. ഇത് നീതി നിഷേധമാണെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് 50,000 രൂപയുടെ ബോണ്ടും തുല്യതുകയുടെ 2 ആൾ ജാമ്യവും അടക്കം വ്യവസ്ഥകളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്.